എന്താ അറബി പണ്ഡിതന്മാരെ മുമ്പിൽ വെച്ച് ചർച്ച കൊണ്ടുപോയിക്കാൻ കാരണം? മാത്രമല്ല സലാം സുലൈമിനെ വെല്ലുവിളിക്കുക, നിങ്ങൾ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ അറബിയിൽ എഴുതിയിട്ട് അറബിയിൽ രേഖയാക്കിയിട്ട് അറബികളുടെ മുമ്പിൽ വെച്ച് ചർച്ചക്കുണ്ടോ? എന്താ സംഗതി? കേരള നദവത്തുൽ മുജാഹിദീൻ പ്രവർത്തിക്കുന്നത് കേരളത്തിലാ. പിന്നെന്തേ അറബികളുടെ മുമ്പിൽ ചർച്ചക്കൊണ്ടിരുന്നു? മദ്യം പറയാനാ? മധ്യസ്ഥത വഹിക്കാനാ? ചർച്ചക്ക് തീരുമാനം ഉണ്ടാക്കാനാ? അതോ ഖുർആൻ ഹദീസ് പറയാനാ? അല്ല. പിന്നെന്താ? അബ്ദുസ്സലാം സുല്ലമി അറബികളുടെ മുമ്പിലാണെങ്കിലും മലയാളികളുടെ മുമ്പിലാണെങ്കിലും അബ്ദുസ്സലാം സുല്ലമി മാത്രമല്ല, ഈ പക്ഷത്തുതിരിക്കുന്ന ഓരോ മുജാഹിദ് പ്രവർത്തകനും പണ്ഡിതനും എവിടെ വെച്ചാണെങ്കിലും അവരുടെ ആദർശം ഒന്ന് തന്നെയാണ്. അതിലൊരു മാറ്റമില്ല. അത് അറബികളുടെ മുമ്പിലാണെങ്കിലും പറയും. പറഞ്ഞാലോ നമ്മൾക്ക് സിഹിർ ബാധിക്കൂല, ജിന്ന് കൂടൂല എന്നുള്ള വിഷയങ്ങൾ പറഞ്ഞാൽ അറബികളുടെ അടുത്ത് നിന്ന് കുറച്ചുകൂടി പൈസ അപ്പുറത്തേക്ക് ഒഴുകും. ഏതെങ്കിലും അറബികൾ സാധുക്കള് നമ്മുടെ ഏതെങ്കിലും പ്രോജക്റ്റിന് വല്ലവരും വലിയ മദ്രസ ഉണ്ടാക്കി തരണമെങ്കിൽ അതും കൂടി മുടങ്ങി കിട്ടും. ഇതാണ് സംഭവം. അപ്പോ അവിടെ നിന്ന് അറബികൾക്ക് വേണ്ടി അനുകൂലമായി അവർ സംസാരിക്കാൻ തയ്യാറാണ്. നമ്മള് അവർക്ക് അനുകൂലമായി സംസാരിക്കാൻ തയ്യാറാവില്ല. അതുകൊണ്ടാണ് ഈ വിളിക്കുന്നത്. ഞങ്ങൾ അറബിക്ക് അനുകൂലമായി സംസാരിക്കാൻ ഉണ്ടാവില്ല. ഇപ്പോ അടുത്ത് CP ഉമർ സുലമിയെ ഈ വിഷയത്തിൽ കുറച്ച് അറബികളെ ശല്യപ്പെടുത്താൻ നോക്കിയല്ലോ. അവസാനം CP കൃത്യമായ നിലപാടാണ് പറഞ്ഞെടുത്തു. എന്താണ് ഇസ്ലാം, മുജാഹിദ് പ്രസ്ഥാനം എവിടെ നിൽക്കുന്നത്? ഇവർ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്ന അറബികൾക്ക് വരെ കാര്യം മനസ്സിലായി. അവസാനം CPയെയും കൂടുതൽ ആൾക്കാരെയും അവര് വീട്ടിലേക്ക് വിളിച്ച് നന്നായി സൽക്കരിച്ചു വിട്ടു. ഈ സാധുക്കൾ ഔട്ടായി. അള്ളി റസൂൽ ഒത്ത അല്ലെങ്കിൽ അബൂജാലി പുറത്ത് തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോ അറബികളുടെ മുമ്പിൽ ചർച്ചക്ക് വെക്കണം. എന്തിനാ? ഇവിടെ കിട്ടാൻ. ഇവിടെ നേരത്തെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞല്ലോ, മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഈ വ്യതിയാനം ആരൊക്കെയാ കണ്ടെത്തിയത്? 3 അറബി സംഘടനകൾ, 3 സലഫി സംഘടനകൾ. ഏതായി സലഫി സംഘടനകൾ? ജമിയത്ത് ഇഹ്യാ തുറാസ് കുവൈറ്റ്, ജമിയത്ത് ദാറുൽ ബിർ ദുബൈ, പിന്നെ ജമിയത്ത് വേറൊരു ജമിയത്ത് ഉണ്ട് ബഹ്റൈനിലെ. ഈ 3 ടീമാ. മാത്രമല്ല അത് ദുബൈ കേന്ദ്രീകരിച്ച് ഈ വ്യതിയാനം പ്രചരിപ്പിക്കുവാൻ വേണ്ടി അബ്ദുള്ള സബുത്തി എന്ന ഒരു അറബിയും ഒരു കച്ചവടക്കാരൻ, ഇവിടെ കുവൈത്തിൽ താരിഖ് ഈസ എന്ന് പറഞ്ഞ വേറൊരു അറബിയും, ബഹ്റൈനിൽ വേറെ അറബിയുണ്ട്. ഈ 3 ആൾക്കാർ കൂടിയിട്ടാണ് ഈ ഏർപ്പെടുപ്പിച്ചത്. അവരാണ് ഇങ്ങനെയുള്ള ചില ഖജാനകളുടെ സൂക്ഷിപ്പുകാർ. അവരിൽ നിന്ന് ഇങ്ങോട്ട് ഒഴുകണമെങ്കിൽ അവർക്ക് അനുകൂലമായി ഇത് ഫത്വ കൊടുക്കണം. ആ ഫത്വന്റെ ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞ മ്യൂസിക്. അറബികൾ വരുമ്പോ അറബികൾ നോക്കുമ്പോ ഓഫാക്കണം. അവരില്ലെങ്കിലോ ഹലാൽ ഹലാൽ ഹലാൽ. അറബികളുടെ മുമ്പിൽ ഹറാമും മലയാളികളുടെ മുമ്പിൽ ഹലാലുമാക്കുന്ന ഈ സംഗതികൾ അള്ളാന്റെ മുമ്പിലെത്തുമ്പോ എന്താവും? ഇതാ വിഷയം. ഇനി ഈ വിഷയത്തില് നമ്മള് ബഹുമാനിയായ ജമീല ടീച്ചർക്ക് എന്തോ പറയാനുണ്ട്. നമുക്കൊന്ന് കേട്ടോക്കാം. ഇപ്പൊ പുതിയതായിട്ട് ഇങ്ങനെ പഠിച്ചിറങ്ങുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരാണ് ഈ അന്ധവിശ്വാസങ്ങൾ. ഗൾഫിൽ നിന്ന് ശൈഖന്മാരിങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്നാ അവര് പറയുന്നത്. ന്യായം പറഞ്ഞ് നമ്മളവര് തർക്കിക്കുമ്പോ അറബികൾ ഇപ്പൊ ഈ പഠിച്ചിറങ്ങണ കുറച്ച് ചെറുപ്പക്കാരാണ് ഇതിന് പിന്നിലുള്ളത്. ശൈഖന്മാർ അറബികൾ ഇങ്ങനെ പറയുന്നുണ്ടെന്നുള്ളതിന്റെ പേരിലാണ് അവർ ചെയ്യുന്നത്. ഇത് പറയണത് അവരുടെ നേതാവ് ജമീല ടീച്ചറാണ്. ഏതായാലും 30 അവിടെ നിന്ന് കൂടിയ നേരായിന്. കാരണം ആള് പെണ്ണാണെങ്കിലും ചില വിഷയങ്ങളൊക്കെ ആണ്ട ധൈര്യം കാണിക്കുന്ന ആണ് വിഷയം. 30 കൃത്യമായിട്ട് പറഞ്ഞു. കാരണം 30 ഇത് പൊറുക്കൂല. കേരളക്കരയിൽ തൗഹീദ് പ്രഭാഷണ രംഗത്ത് മൊയ്ലിയന്മാർക്ക് മറുപടി പറഞ്ഞ് പാരമ്പര്യമുള്ള ഒരു പെണ്ണേ ഉള്ളൂ, അത് ജമീല ടീച്ചറാ. കല്ലൂർ മൊയ്ലിയൂട്ടി മുസ്ലിയാരൊക്കെ പിന്നെ ഓടി വയ്യാണ്ടിട്ടില്ല. കാരണം എന്താ? അതിന് ബദലൊന്നും അപ്പുറത്ത് ഇറക്കാൻ കഴിയില്ലല്ലോ. അങ്ങനത്തെ ആളുകൾക്ക് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ഇമ്മാതിരി തോന്നിയാസേറ്റ് വരുമ്പോ വെറുതെ ഇരിക്കാൻ കഴിയില്ല. ഇവര് ഇടപെടലിൽ അടിച്ച പെൺകുട്ടിയുണ്ടല്ലോ, അതിന്റെ ഇന്റർവ്യൂവിനെ കുറിച്ചൊക്കെ കൃത്യമായി ജമീല ടീച്ചർ സംസാരിക്കുന്നുണ്ട്. ഞാൻ സന്ദർഭോചിതട്ടില്ല. പല രോഗ ചികിത്സയും ശുശ്രൂഷയും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇട്ടുതരാം. ഓരോന്ന് ഇരിക്കട്ടെ. പിന്നെ ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഈ ഹുബ്സ് ഖബായിസ് എന്ന വിഷയത്തിൽ നമ്മൾ കൊതുക് എന്ന് പറഞ്ഞു എന്നുള്ളതാണ് വലിയ പ്രശ്നം. ഞാൻ പറഞ്ഞല്ലോ, അല്ല കൊതുക് എന്നല്ല, ബാക്ടീരിയ ആണ് അബ്ദുറഹ്മാൻ സലഫി കണ്ടെത്തിയ വലിയ വിഷയം. അതുപോലെ തന്നെ ഇയാള് നമ്മളെ അനസ് മുസ്ലിയാരും കണ്ടെത്തിയ പ്രശ്നം അതാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ വായിച്ച ആ സംഭവത്തെക്കുറിച്ച് ഒരക്ഷരം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന് വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലണമെന്ന ഹദീസ്. ആ ഹദീസിന് അവിടെ ഖുബുസ് ഖബായിസ് എന്ന് പറഞ്ഞാൽ പിന്നെ ആൺപിശാചുക്കളാണ് അല്ലെങ്കിൽ പെൺപിശാചുക്കളാണ്, രോഗാണുക്കളാണ്, ബാക്ടീരിയയാണ് എന്നൊക്കെ അർത്ഥം പറഞ്ഞു എന്നുള്ളതാണ്. ജിന്ന് എന്ന പദത്തിന് അർത്ഥം എവിടെയും പറഞ്ഞിട്ടില്ല.
പിശാചി എന്ന് പറയുന്നത് ഷെയ്ത്താൻ എന്ന പദത്തിനും ആ അർത്ഥം എവിടെയും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് ഈ വിഷയത്തിലാണ്. എന്നാൽ അത് അബ്ദുസ്സലാം സുലമി മാത്രമാണോ അതിൽ പ്രതി? നമ്മൾ ചോദിച്ചു. എന്താണ് നിങ്ങൾ ഉത്തരം പറഞ്ഞത്? അബ്ദുസ്സലാം സുലമി മാത്രമാണോ പ്രതി? അതല്ല, നിങ്ങൾ തന്നെ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന അൽമനാറിന് ആ വിഷയത്തിൽ വല്ലതും പറയാനുണ്ടോ? എന്റെ കയ്യിലുള്ളത് അൽമനാറിന്റെ 1984 ഏപ്രിൽ ലക്കം അൽമനാറിന്റെ ഒരു ഭാഗമാണ്. വിസർജന നിയമം എന്ന ഹെഡിങ്ങിൽ ഹദീസ് പാഠത്തിൽ അബ്ദുൽ ഹക്ക് സുല്ലമി അമയൂർ. ഇത് സംഭവം എന്താ അറിയോ? അബ്ദുൽ ഹക്ക് സുല്ലമി ഹക്ക് പറയുമ്പോൾ ബാത്തിൽ പറയണം, അപ്പുറത്ത് വേറെ രണ്ടെണ്ണം. ഒരു ഹക്ക് ഉണ്ടാകുമ്പോൾ 2 ബാത്തിൽ വേണം അതിന് വെട്ടാൻ. ഒന്ന് കെ കെ സക്കരിയ സുലായി, ഒന്ന് ഹാരിസ് ബിൻ സലീമും, ഇപ്പുറത്ത് ശംസുദ്ദീൻ ബാലത്തു, അപ്പുറത്ത് ഡോക്ടർ സുബൈർ. 4 ആയി. ഇനിയും ഇറങ്ങും മാതിരി ഓരോ മുതലുകൾ. മനസ്സിലായല്ലോ? എന്നാലേ എന്താണ് അബ്ദുൽ ഹക്ക് സുലമി പറഞ്ഞത്? ഞാൻ അന്ന് വായിച്ചു കേൾപ്പിച്ചത് ആവർത്തന ബേസിൽ എന്നാണ്. പക്ഷെ നിർവാഹമില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു മറുപടി ഈ വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞിരിക്കണം. നിങ്ങളെ നിലപാട് എന്താന്ന് പറയണം. നിങ്ങളിവിടെ 3-4 മണിക്കൂർ സംസാരിച്ചിട്ട് ഈ ജിന്നുബാധ, സീറുബാധ തുടങ്ങിയിരിക്കുന്ന വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന് പറയാൻ നിങ്ങൾ ശ്രമിക്കുക പോലും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞതാ. അൽമനാറിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചത് തന്നെ ഞങ്ങളുടെ നിലപാട്. അതെന്നെ നിലപാട്. അതിന് വിരുദ്ധമായി എന്തെങ്കിലും പരാമർശങ്ങൾ ഞങ്ങളുടെ വാക്കുകളിലോ പ്രസിദ്ധീകരണങ്ങളോ വന്നിരിക്കുന്നുവെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ, ഔദ്യോഗികമായി ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്താൻ ഒരു പ്രയാസവും മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല. അബദ്ധങ്ങളെ ആദർശമാക്കി നടക്കുന്ന സ്വഭാവം നമുക്കില്ല. അബദ്ധങ്ങളെ തിരുത്തിയിട്ട് സുബദ്ധങ്ങളെ ആദർശമായി സ്വീകരിക്കുന്ന നിലപാടേ നമുക്കുള്ളൂ. പക്ഷെ നിങ്ങൾ പറഞ്ഞ എന്താ? അൽമനാറിൽ വന്നിരിക്കുന്ന സത്യത്തെ ഹക്കിനെ തിരുത്തണമെന്നാ. നമ്മൾ ഹക്കിനെ തിരുത്തൂല, അബദ്ധങ്ങൾ വന്നെങ്കിൽ തിരുത്തും. അതിൽ യാതൊരു പ്രശ്നമില്ല. ശരി. എന്നാൽ ഈ വിഷയത്തിൽ എന്താ ഇദ്ദേഹം പറഞ്ഞത്? ഇദ്ദേഹം അബ്ദുൽ ഹക്ക് സുല്ലമി അൽമനാറിൽ പറഞ്ഞത് ഇതാരാ തിരുത്തേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ മതിട്ടോ. അൽമനാർ നിങ്ങളെ കയ്യിലാണ്, അബ്ദുൽ ഹക്ക് സുല്ലമി നിങ്ങളെ പോക്കറ്റിലാണ്. അപ്പൊ രണ്ടുകൂടി ഒത്തുകൂടി അത് തിരുത്താൻ ഒരു ബുദ്ധിമുട്ടില്ല, വേഗം തിരുത്താം. അദ്ദേഹം പറയുന്നു, പ്രാർത്ഥന നിരതനാണല്ലോ മുസ്ലിം. വിസർജനത്തിന് മുമ്പും പിമ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുബ്സ്, ഖബായിസ് എന്നീ പദങ്ങൾക്ക് മ്ലേച്ഛത, ആൺ പെൺ പിശാചുക്കൾ എന്നീ അർത്ഥങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഖുബ്സ്, ഖബായിസ് എന്നതിന് ഒന്നാമത് അദ്ദേഹം പറഞ്ഞ അർത്ഥം എന്താ? മ്ലേച്ഛത എന്നാണ്. രണ്ടാമത് പറഞ്ഞ അർത്ഥം ആൺ പെൺ പിശാചുക്കൾ. അദ്ദേഹം വിശദീകരിക്കുന്നു. ആദ്യത്തെ അർത്ഥപ്രകാരം അഥവാ മ്ലേച്ഛത എന്ന അർത്ഥപ്രകാരം എന്താണ് വരിക? വിസർജന സ്ഥലത്തു നിന്ന് പകരാനിടയുള്ള രോഗങ്ങളിൽ നിന്ന് നാഥ ഞാൻ രക്ഷ ചോദിക്കുന്നു എന്നാണ് അർത്ഥം. വിസർജന സ്ഥലങ്ങളിൽ പാദരക്ഷകൾ അണിയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളത് ഈ സന്ദർഭത്തിൽ ഓർക്കുക. അപ്പോ ഖുബ്സ്, ഖബായിസ് എന്നതിന് മ്ലേച്ഛത എന്ന അർത്ഥം പറഞ്ഞു. മ്ലേച്ഛ എന്ന് പറയാൻ കാരണം എന്താ? വിസർജന സ്ഥലത്ത് നിന്ന് പകരാനിടയുള്ള രോഗങ്ങളിൽ നിന്ന് രക്ഷ ചോദിച്ചുകൊണ്ടാണ് ആ പ്രാർത്ഥന. അങ്ങനെയാണ് വിവക്ഷ. മാത്രല്ല, അവിടേക്ക് പ്രവേശിക്കുമ്പോൾ പാദരക്ഷകൾ അണിയണമെന്ന് പറഞ്ഞത് അതിനോട് ചേർത്ത് വായിക്കുക, ഓർക്കുക എന്ന് അബ്ദുൽ ഹക്ക് സുല്ലമി പറഞ്ഞത്.